നമസ്കാരം, ഞാൻ വി ബി ഉണ്ണിത്താൻ. പുതിയ ഒരു വാസ്തു വിജ്ഞാനത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വീടുകളിലെ ആളുകൾക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം, വലിയ വാസ്തുദോഷമാകുന്ന ഒരു വിജ്ഞാനമാണെന്ന് പറയുന്നത്. കേരളത്തിൽ ഞാൻ അങ്ങനെ ആയിരക്കണക്കിന് വീടുകൾ കണ്ടിട്ടുണ്ട്. അതൊരു പക്ഷേ വീട്ടുകാരുടെ അറിവില്ലായ്മ കൊണ്ടോ അഥവാ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ സൗകര്യത്തിന് വേണ്ടിയോ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളാണ്. ആദ്യമേ ഒരു ഉദാഹരണത്തിൽ നമുക്ക് തുടങ്ങാം. കണ്ണൂരിനടുത്ത്, കണ്ണൂർ ഏകദേശം സിറ്റിയുടെ അടുത്തൊരു സ്ഥലത്ത് ഞാൻ ഒരു മാസത്തിന് മുമ്പ് വാസ്തു നോക്കാൻ പോയി. അത് സ്ട്രൈക്ക് ചെയ്യാൻ കാര്യം വെച്ചാൽ അതുപോലെ സംഭവങ്ങൾ ഒരുപാട് വീടുകളിൽ പോകുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ജനറലി അത് പറയേണ്ടി വരുന്നത്. മനോഹരമായൊരു വീടാണ്. ആ മനോഹരമായ വീടിന് എത്ര സെപ്റ്റിക് ടാങ്കുണ്ടെന്ന് അറിയാം? സെപ്റ്റിക് ടാങ്കുകൾ 5 ബെഡ്റൂമുണ്ട്, 3 സെപ്റ്റിക് ടാങ്കുകളും 4 കുളിമുറിയിലെ വേസ്റ്റ് കുഴിയും അടുക്കളയ്ക്ക് വേണ്ടി ഒരെണ്ണം 5. അപ്പോൾ വീടിന് ചുറ്റാകെ 5 കുഴികളും 3 വലിയ സെപ്റ്റിക് ടാങ്കുമാണുള്ളത്. വീടൊക്കെ വെച്ചു കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഒഴിഞ്ഞൊരു നേരം ആ വീട്ടിലുണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ എത്ര വലിയ വീടായാലും എത്ര ചെറിയ വീടായാലും ഒരു വീട്ടിൽ ഒരു സെപ്റ്റിക് ടാങ്ക് മതിയാകും. മാൻഹോൾ കൊടുത്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഒപ്പം ഒരു വീട്ടിൽ കുളിമുറിയിൽ നിന്ന് വെള്ളം പോകാനും ഒറ്റ ഒരു കുഴി മതിയാവും. കുളിമുറിയിൽ നിന്ന് വെള്ളം പോകുന്നതിന് അടിക്ക്, ആ ടാങ്കിൻ്റെ അടിക്ക് നമുക്ക് റിങ് ഇറക്കിയിട്ട് ആ ടാങ്കിൻ്റെ അടിക്ക് കോൺക്രീറ്റ് ചെയ്യരുത്, മണലിട്ട് കൊടുത്തിട്ട് വെള്ളം അതിലേക്ക് ഒഴുക്കാം. കുളിമുറിയിലുള്ള വെള്ളം അത് പറ്റി തന്നെ പോക്കോളും. ഒരു അഴുക്ക് പോലും ഉണ്ടാകത്തുമില്ല. മറിച്ച് ഓരോ സ്ഥലങ്ങളിലും ഓരോ വശങ്ങളിലും സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ മലിനജലക്കുഴിയും കുഴിച്ചിട്ടുള്ള വീടുകൾ ധാരാളം കാണാം. പിന്നെയും ഉണ്ട് മാൻഹോൾ എന്ന പേരിൽ വലിയ ആഴത്തിൽ കുഴിക്ക് സമാനമാവുന്നത്. പരമാവധി ഒരു എന്താ പറയുക, പരമാവധി അര മീറ്റർ തന്നെ കൂടുതലാണ്. പരമാവധി ഒരു 1/2 മീറ്റർ നീളത്തിലെങ്ങാണമേ മാൻഹോൾ കൊടുക്കാവൂ പരമാവധി. ചില ആളുകളൊക്കെ പറയും, ഞങ്ങളുടെ വസ്തുവിൻ്റെ ചരിവ് ഇങ്ങനെയായിപ്പോയി. നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രശ്ന പരിഹാരമാണ് നോക്കേണ്ടത്. നിങ്ങളതിനെ മാർത്ത് ചിന്തിക്കുകയല്ല വേണ്ടത്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇനി 3 സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ 2 സെപ്റ്റിക് ടാങ്കുള്ള വീടുണ്ട്. സംഭവിച്ചേക്കുന്നത്, ഇപ്പോൾ 2 നിലയുണ്ടെങ്കിൽ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും ബാത്റൂം ഒരേ ലെവലായിരിക്കും. അതിനെ പുറത്ത് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കും. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ കണ്ണൂരിലെ കാഴ്ചകൾ അവിടെ മാത്രം തീരുന്നില്ല. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. നിങ്ങൾ അടിയന്തരമായി ഈ വീഡിയോ കാണുന്ന ആളുകൾ അടിയന്തരമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് കടുത്ത വാസ്തുദോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കുഴി വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കുഴി വരുന്നു. മലിനജലക്കുഴി വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മലിനജലക്കുഴി വരുന്നു. കുഴിഞ്ഞു പോകാൻ പാടുള്ള സ്ഥലങ്ങളിൽ കുഴിഞ്ഞു പോകും. വീടിൻ്റെ ചുറ്റാകെ കുഴികൾ വരുന്ന സമാനമാകും ടാങ്കുകൾ വന്നാൽ. വീട്ടിലേക്ക് ഒരൊറ്റ സെപ്റ്റിക് ടാങ്കും ഒരൊറ്റ മലിനജലക്കുഴിയും പാടുള്ളൂ. വേണമെങ്കിൽ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം മാത്രം പോകാൻ ആ അടുക്കളയ്ക്ക് അടുത്ത്, അത് വടക്കിഴക്കാണെങ്കിൽ അടുക്കള വടക്കിഴക്ക് വന്ന വീട് ഒരുപാടുകളുണ്ട്.
ആ വടക്കിഴക്കാണെങ്കിൽ വന്നിട്ടുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾക്കത് വടക്ക് പടിഞ്ഞാറിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നേർക്കിഴക്കിലേക്ക് കൊടുക്കണം. തെക്ക് കിഴക്കാണെങ്കിൽ അടുക്കള വന്നുള്ള ആളുകളാണെങ്കിൽ നേർക്കിഴക്ക് ചെറിയ ഒരു ടാങ്കിൽ ഇതുപോലെ മണലിട്ടിട്ട് താഴ്ന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ നരമ്പുകൾ പോലെയാണ് നമുക്ക് ഇതിൻ്റെ പൈപ്പ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പൈപ്പുകൾ കൊടുക്കുകയും മാൻഹോൾ കൊടുത്തും ടീ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ എല്ലാ നമ്മുടെ കുളിമുറികളിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ഉള്ള ഒരൊറ്റ സെപ്റ്റിക് ടാങ്കിൽ കൊടുക്കാവൂ. അത് പല പൈപ്പിലൂടെ എടുത്ത് വീടിൻ്റെ ഏത് വസ്തു കൂടെയും പൈപ്പ് കൊണ്ടുപോകാം. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, വടക്ക് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് പല വീടുകളിലും. ചില ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കാണ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വഴി പൈപ്പ് കൊണ്ടുപോകാൻ പാടില്ല, അത് മലനില കുഴിയല്ലേ. മലനില കുഴി വരുമ്പോഴും ആ പ്രശ്നം വരിക സത്യമാണ്. പക്ഷേ അതുവഴി ജലം മലനില ഒഴുകിപ്പോകുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല. നമ്മുടെ ഞരമ്പുകൾക്ക് സമാനമാണ് ഈ പൈപ്പുകൾ. ചിലർ പറയും, അയ്യോ ഇത്രയും ദൂരെ പൈപ്പ് കൊണ്ടുപോകണ്ടേ. അത്രയും ദൂരത്തെ പൈപ്പാണോ വലുത്, ജീവിതമാണോ വലുത്? ഇങ്ങനെ ഒരുപാട് സെപ്റ്റിക് ടാങ്കുകളും ഒരുപാട് മലനിലക്കുഴികളും വരുന്നത് ഭയങ്കര ആപത്തുകളാണ്. അപ്രതീക്ഷിതമായ അപകടങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ, അപ്രതീക്ഷിതമായ രോഗങ്ങൾ. ഒരേ സ്ഥലത്ത് ഒരുപോലെ വീടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കുഴി വരുമ്പോൾ അത് വലിയ ഇഷ്യൂസാണ് നമുക്ക് സമ്മാനിക്കുക. ഒരേ തരത്തിൽ വ്യത്യസ്തങ്ങളായ കുഴി വന്ന് കയറുമ്പോൾ കുഴി വരാൻ പാടില്ലാത്ത ഭാഗങ്ങൾ കുഴിഞ്ഞു പോകുന്നു. അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ തെക്കും പടിഞ്ഞാറും കുഴി വരാൻ പാടില്ല. തെക്കും പടിഞ്ഞാറും കുഴി വരുന്നത് ഭയങ്കര മോശങ്ങൾ ഉണ്ടാക്കും, ഭയങ്കര ദോഷങ്ങൾ ഉണ്ടാക്കും. വടക്ക് പടിഞ്ഞാറിലെ വടക്കാണ് സെപ്റ്റിക് ടാങ്കിനും ആ സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്താണ് നമ്മൾ മലനില കുഴിക്കും സ്ഥാനം കാണേണ്ടത്. പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് ചിലർ പറയും ഇത്രയും ദൂരത്തിൽ പൈപ്പ് കൊണ്ടുവരണോ, അത്രയും ദൂരത്തിൽ പൈപ്പ് പിടിക്കണോ, ഒരു കുഴപ്പമില്ല, കന്നിമൂല വഴിയോ ഈശാന മൂല വഴിയോ ഒക്കെ പൈപ്പ് കൊണ്ടുപോകാം. പൈപ്പ് കൺസീൽഡാണ്, പൈപ്പ് അടഞ്ഞു കിടക്കുകയാണ്, അത് ഓപ്പണിംഗ് ഇല്ല, നമ്മൾ നരമ്പ് പോലെ തന്നെ. അപ്പോൾ അതൊരു ഒരു ചാലക ശക്തിയായിട്ടൊന്ന് വഹിക്കുന്ന സാധനമേ ഉള്ളൂ. അവിടെ ഒന്നും കിടക്കുന്നില്ല മലിനപ്പെടാൻ. നല്ല ഒരു ടോയ്ലറ്റിൽ നിന്ന് ഫ്ലഷിങ് നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് അത് കറക്റ്റ് ടാങ്കിൽ പോയി പതിക്കും. അല്ലാതെ അത് വേറെ എങ്ങും പ്രശ്നം ഉണ്ടാകില്ല, വേറെ എങ്ങും നിന്ന് പോയില്ല. അതുകൊണ്ട് ഏത് വഴിക്കൂടെയും നിങ്ങൾക്ക് പൈപ്പ് എടുക്കാം. ഇതേപോലെ കാണുന്ന സ്ഥലത്ത് മൊത്തം കുഴിച്ച് സെപ്റ്റിക് ടാങ്ക് പണിയരുത്. ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണേൽ കുഴിക്കാം, നിങ്ങൾക്ക് എവിടെ വേണേൽ വാതിൽ വയ്ക്കാം, നിങ്ങൾക്ക് എവിടെ വേണേൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഇക്കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ആരും നോക്കുവോ കാണുവോ? അങ്ങനെ ചിന്തിക്കുന്ന ആൾ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. ജീവിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ കേരളത്തിൽ. ആയിരക്കണക്കിന്, ലക്ഷോപലക്ഷം എന്നൊക്കെ പറയാൻ കഴിയും. ഇനിയും എന്താണ് വീട്ടിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാൻ മേത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായ വീഡിയോ. അവിശ്വാസമായുള്ള ആളുകൾക്ക് ഇത് അവിശ്വാസമൊന്നുമല്ല, ഇതേതെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, ഇതേതെങ്കിലും മതത്തിനെ ബാധിക്കുന്നതല്ല. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. വാസ്തുശാസ്ത്രം ഈ ഭൂമിയുടെ ഊർജ്ജ സംബന്ധമായ കാര്യമാണ്. ഈ ഭൂമിയിൽ ആരൊക്കെ മനുഷ്യരായി ജീവിക്കുന്നോ അവരെയൊക്കെ ബാധിക്കുന്നതാണ് വാസ്തുശാസ്ത്രം. മൃഗങ്ങൾ പിന്നെ സംസാരിക്കാത്തവയായതുകൊണ്ട് അവയെ ബാധിക്കുന്ന കാര്യം അവയ്ക്ക് പറയാനറിയില്ലല്ലോ. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് കാണാം. പശുക്കളെയോ കന്നുകാലികളെയോ നായ്ക്കളെയോ കോഴികളെയോ ഒക്കെ ചില പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൂടുകെട്ടി വലിപ്പിച്ച് അവ ചത്തുപോകാറുണ്ട്. നിങ്ങളെയൊക്കെ എവിടെയെങ്കിലും പരിശോധിക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് അവിടെ വാസയോഗ്യമായ ഊർജമില്ല. ചില വീട്ടിൽ ചില മൃഗങ്ങൾ പശു വാഴില്ല, ചില വീട്ടിൽ നായ വാഴില്ല, ചില വീട്ടിൽ വേറെ വേറെ ഈ പക്ഷികളൊന്നും പാടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവയ്ക്ക് അവിടെ ഒരുക്കുന്ന സ്ഥലം കൊണ്ടാണ്.
എന്തുകൊണ്ടാണ് എല്ലാ മരങ്ങളിലും ബട്ടിൽ ചേക്കാറുന്നുണ്ടോ? എല്ലാ മരങ്ങളിലും ബട്ടിൽ ചേക്കാറില്ല. എല്ലാ മരങ്ങളിലും ബട്ടിൽ ചേക്കാറില്ല. ഒരു പശുവിനെ നിങ്ങൾ സ്വതന്ത്രമായി ഒന്ന് അഴിച്ചുവിട്ട് നോക്കൂ. ഒരു പശുവിനെ നിങ്ങൾ സ്വതന്ത്രമായി അഴിച്ചുവിട്ടാൽ അത് പുല്ല് തിന്ന് കഴിഞ്ഞിട്ട് അത് ഏതെങ്കിലും സ്ഥലത്ത് കിടന്നുറങ്ങില്ല. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ പശു കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ആ സ്ഥലം നല്ല ഊർജവത്തായ സ്ഥലമായിരിക്കും. അതിന് പണ്ട് ഋഷിവര്യന്മാരായ ആളുകൾ നിരീക്ഷണങ്ങൾ മാത്രമായിരുന്നു അവരുടെ വിജ്ഞാനം. വാച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു? സൂര്യനെ നോക്കിയിട്ട് സമയം നമുക്ക് പറഞ്ഞു തന്നു. അത് പക്കാ കറക്റ്റായിരുന്നു. ചില ആളുകൾ ഇങ്ങനെ അറിയാം. ഇപ്പം ഈ വാസ്തു വയ്ക്കുന്ന ആൾക്കാർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ നോക്കിയിട്ട് സമയം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാം. പുനലൂർ ഒരാളുണ്ട്, ഇപ്പോഴും ഇങ്ങനെ പറയും. ഇങ്ങനെ നോക്കിയിട്ട് പറയും. ആൾക്കാരെ അതേ പരിശീലനം ചോദിക്കും, എന്തുവായി ഇപ്പോൾ സമയം ചേട്ടാ? ഇപ്പോഴോ? അതൊരു 12:30 ആയി കാണും. വാച്ച് നോക്കിയാൽ മതി. മിക്കവാറും 12:15 12:30 ഇടയ്ക്ക് ടൈം അദ്ദേഹം പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ നിരീക്ഷണങ്ങളിലൂടെ കണ്ട വിജ്ഞാനങ്ങൾ പണ്ട് അവയൊക്കെ ഇപ്പോൾ പണ്ട് നിരീക്ഷണങ്ങളിലൂടെ ഉണ്ടായപ്പോൾ ശാസ്ത്രമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാനോ ടെക്നോളജിയിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പണ്ട് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു. ഈ വീട് വെക്കാൻ യോഗ്യമായ സ്ഥലം കണ്ടെത്തുമ്പോൾ പണ്ട് നോക്കിയിരുന്ന ഒരു മാർഗമാണ് പശുവിനെ അഴിച്ചുവിടും. പശുക്കളെ മേയാൻ വിടും ഒരു ഭൂമിയിൽ. എന്നിട്ട് ആ പശു മേഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ആയിരിക്കും മിക്കവാറും വീട് വയ്ക്കുക. അന്ന് ശാസ്ത്രമൊന്നും വളർന്നിട്ടില്ലല്ലോ. ഫിസിക്സ് എന്ന് പറഞ്ഞ ശാഖ പോലും ഉണ്ടാകാത്തൊരു കാലത്തെ കാര്യം പറയുക. പിന്നെ നമ്മൾ കാന്തിക പ്രഭാവം കണ്ടുപിടിച്ചു, നമ്മൾ അച്ചുതണ്ടുകൾ കണ്ടുപിടിച്ചു, കാന്തിക മേഖല കണ്ടുപിടിച്ചു, പ്രകാശവും സഞ്ചരിക്കുന്നതിൻ്റെ വേഗം കണ്ടുപിടിച്ചു, ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ വാസ്തുശാസ്ത്രം യഥാർത്ഥ ശാസ്ത്രമായി മാറിയത്. അതിനു മുമ്പ് നടത്തിയ കാര്യമാണ്. അപ്പോൾ അതുപോലെയാണ് മൃഗങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇതുപോലൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി മാറ്റുക തന്നെ വേണം. ഒരു സെപ്റ്റിക് ടാങ്കും ഒരു മലിനജലക്കുഴി മാത്രം മതിയാവും. അടുക്കളയ്ക്ക് വേണ്ടി മാത്രം വേറൊരു ചെറിയ കുഴി ഒരുക്കിയാൽ മതിയാവും. അതല്ലാതെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ ടാങ്കുകളും മലിനജലക്കുഴികളും അതിലെ വേസ്റ്റ് മാറ്റി അത് മൂടിയിട്ട് പൂർണ്ണമായിട്ടും മണ്ണിട്ട് ഉറപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഉറപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഭയങ്കരമായി വർദ്ധിക്കുകയുള്ളൂ. സാമ്പത്തികമായി നമ്മളെ ഭയങ്കരമായി തകർക്കും, രോഗം വന്ന് തകർക്കും, അപകടം കൊണ്ട് തകർക്കും, ബന്ധങ്ങളിട്ട് തകർക്കും, ബന്ധങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടുപോയി തകർക്കും. ആ തകർക്കലിനൊന്നും നിന്ന് കൊടുക്കാതിരിക്കാൻ, ആ തകർക്കലൊന്നും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളൊക്കെ നന്നായി ജീവിക്കണം. ഞാനീ പറയുന്ന വാസ്തുവിജ്ഞാനം നിങ്ങൾ സ്വന്തമായി നിങ്ങൾ അറിഞ്ഞു നോക്കണം. നിങ്ങളുടെ വീടിനെ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കാം. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി നിങ്ങളുടെ ഇന്നലകളിലേക്ക് നിങ്ങളൊന്ന് ഊളിയിട്ട് നോക്കണം. യു മസ്റ്റ് ഗോ വിത്ത് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾ പഠിച്ചു നോക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന കറക്റ്റാണോ എന്ന് മനസ്സിലാക്കുക, നിരീക്ഷിച്ച് കണ്ടെത്തുക, എന്നിട്ട് മാറാൻ തയ്യാറാകുക. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.